നമസ്കാരം. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും സത്യവും നീതിയും ധാർമ്മികതയും ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കൂ എന്നത് ഒരു ലോക തത്വമാണ്. നമുക്ക് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു വിശകലനവും. ഇത് കാസയുടെ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ, അതായത് ക്രിസ്തീയ സഭകളിൽപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കാസ. ഈ ക്രിസ്ത്യൻ വിഷയങ്ങളിലും അതുപോലെ തന്നെ പൊതുവിഷയങ്ങളിലും ഒക്കെ തന്നെ പ്രതികരിക്കുന്നതാണ്. കാസയുടെ ഒരു പോസ്റ്റാണ് ഇത്. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? കേസ് NIA കോടതിക്ക് വിട്ടതുമായി ബന്ധപ്പെട്ടാണ്, ബിലാസ്പൂർ ബെഞ്ചിന് വിട്ടതുമായി ബന്ധപ്പെട്ടാണ്. നിസ്സാരമായി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീരേണ്ടിയിരുന്ന ഒരു സാധാരണ വിഷയത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ജിഹാദികളും ചേർന്ന് ഒരുക്കിയ കെണിയിൽ വീണ സഭാ നേതൃത്വം തങ്ങളുടെ ഓരോ രൂപതകളും ജില്ല തിരിച്ച് DCC ഓഫീസുകൾ പോലെ പ്രവർത്തിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം നടത്തി കോൺഗ്രസിന് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഒരുക്കി കൊടുത്തു. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാസ പറയുന്നത്. ഇത് തന്നെയാണ് സത്യവും. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരമുണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾ ചെയ്തത്. വിശ്വാസികളെ അതിന് ചട്ടുകമാക്കി മാറ്റി എന്നത്. ഇവിടുത്തെ പോരാഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടുത്തെ ജയിലിന് മുന്നിൽ അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കി അവിടെയും വാർത്തകൾ സൃഷ്ടിച്ച് അവിടുത്തെ ജനങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും പരമാവധി പ്രകോപിപ്പിച്ച് അവിടുത്തെ സർക്കാരിനും കോടതിക്കുമെല്ലാം സമ്മർദ്ദമുണ്ടാക്കി ഈ അവസ്ഥയിൽ എത്തിച്ചു. സമാധാനമായല്ലോ എന്ന് ചോദിക്കുന്നു കാസ. പതിവിന് വിപരീതമായി സംസ്ഥാന BJP നേതൃത്വം ഇത്തരമൊരു വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുമ്പോൾ അതിനോട് സഹകരിക്കുന്നതിന് പകരം നിങ്ങൾ നടത്തിയത് ബുദ്ധിശൂന്യമായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ തരംതാണ രാഷ്ട്രീയ കളികളാണ്. BJP നേതൃത്വം അങ്ങോട്ട് പോകുന്ന ആ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ കാസയ്ക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ കളികൾ കാരണം അനുഭവിക്കേണ്ടി വരുന്നത് പ്രായമായ 2 പാവം കന്യാസ്ത്രീകൾ മാത്രമാണ്. അവർ ആരൊക്കെയോ പറയുന്നത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ സഭയുടെ ചില ആളുകൾ പറയുന്നത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ഇതിനകത്ത് നേരിട്ട് പങ്കുണ്ട് എന്ന് കാസയും പറയുന്നില്ല. നിങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒന്നും ആ കന്യാസ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിനുള്ളിൽ ജോസഫ് മാഷ് മുതൽ ഇക്കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി മുസ്ലിം ലീഗുകാരാൽ ആക്രമിക്കപ്പെട്ട കാഞ്ഞങ്ങാട്ടുള്ള കന്യാസ്ത്രീ വരെ ജിഹാദികളാൽ ആക്രമിക്കപ്പെട്ട വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കണക്കുകൾ ഞങ്ങൾക്ക് പറയേണ്ടതായി വരും എന്ന് പറഞ്ഞുകൊണ്ട് കാസ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഈ കാണിക്കുന്ന ജാഗ്രതയും അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇത്തരം സർക്കസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതിനു മുൻപ് ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കപ്പെട്ട ജിഹാദികളാൽ, ഇവിടുത്തെ സുഡാപ്പികളാൽ ആക്രമിക്കപ്പെട്ട, അത് സൈബർ ആക്രമണങ്ങളും നേരിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെ പല ക്രിസ്ത്യൻ പുരോഹിത വൃന്ദത്തിന് നേരെയും പുരോഹിതർക്ക് നേരെയും ഒക്കെ നടത്തിയ ആളുകൾക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടെയുള്ള ഇപ്പോൾ ഈ കളി കളിക്കുന്ന സഭ പറയുന്ന അല്ലെങ്കിൽ സഭാ വിശ്വാസികളുടെ കൂട്ടായ്മകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കാസ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കാസയുടെ ചിന്ത, കാസ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഇത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കാസ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നത് വ്യക്തം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. സത്യം ഒരിക്കൽ പുറത്തു വരും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കന്യാസ്ത്രീയല്ല, പുരോഹിതനല്ല, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, സന്യാസിയല്ല അല്ലെങ്കിൽ ഉസ്താദല്ല, ആരായാലും ഇത്തരം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, സാമൂഹ്യ വിരുദ്ധത ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടും എന്നുള്ളത്, അല്ലെങ്കിൽ അത് കേസാക്കപ്പെടും, അത് വിചാരണ ചെയ്യപ്പെടും എന്നുള്ളത് ഒരു സാമാന്യ ബോധ്യം മാത്രമാണ്. അതിനകത്ത് മതം കലർത്തി ഇന്ന മതക്കാർക്ക് ഇവിടെ പ്രിവിലേജ് ഉണ്ട്. ഞാൻ വേറൊരു വാർത്തയിലും പറഞ്ഞു, ഇത് കാനോൺ നിയമമോ ശരീഅത്ത് നിയമമോ പാലിക്കുന്ന ഒരു രാജ്യമല്ല. ഇത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ഭരണഘടന, എഴുതിവെച്ച ഒരു ഭരണഘടനയാൽ മുമ്പോട്ട് നയിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഇത്തരം വേലകൾ കാണിച്ചിട്ട് അതും ഇതും കാണിച്ച് ഒന്നും രണ്ടും പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രയോജനവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.